നമ്മൾ ഇന്ന് ഇഞ്ചി കൃഷിയുടെ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇഞ്ചി വളരെ ഈസി ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു ചെറിയൊരു കവർ മതി നമുക്ക് ധാരാളം ഇഞ്ചി നട്ട് വളർത്താനായിട്ട്. ഇപ്പം സ്ഥലമില്ല എന്ന് പറയുന്നവർക്കാണെങ്കിൽ കൂടിയാണ് ഞാൻ പറയുന്നത്, ചെറിയൊരു കവറിൽ പോലും നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി നട്ട് കഴിഞ്ഞാൽ യാതൊരു കീടബാധ ഇല്ലാതെ ഗ്രോ ബാഗ് തിങ്ങി നിറഞ്ഞ് നമുക്ക് ഇഞ്ചി ഉണ്ടാവാനായിട്ട് നമ്മൾ ഇഞ്ചി നട്ട് 3 ആഴ്ചയ്ക്ക് ശേഷം നമ്മൾ ആഴ്ച തോറും സ്ലറികൾ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കീടബാധ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ധാരാളമായിട്ട് ഇഞ്ചി കിട്ടാനായിട്ട് സാധിക്കും. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം പ്രിയാമ. വളരെ ഈസി ആയിട്ട് ഇഞ്ചി കൃഷി ചെയ്യാനുള്ള ടിപ്പായിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഏത് കൊച്ചു കുട്ടികൾക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു. മാത്രമല്ല, ഇപ്പൊ സ്ഥല സൗകര്യം ഒന്നും വേണ്ട. ഇപ്പൊ ഗ്രോ ബാഗിലായിക്കോട്ടെ, ചട്ടിയിലായിക്കോട്ടെ, നിലത്തായിക്കോട്ടെ, വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് പറയാം. അപ്പം നമുക്ക് അതിനായിട്ട് ഇഞ്ചി വിത്ത് വേണം എന്നൊന്നുമില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന ഇഞ്ചി ആണെങ്കിലും മതി. ഇപ്പൊ ഇഞ്ചി വിത്ത് കിട്ടിയ അതുകൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. കടയിൽ നിന്ന് വാങ്ങിയ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി മാത്രം മതി. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇഞ്ചി കൃഷി ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പൊ ഞാനിപ്പോ പറയുന്നത് ഗ്രോ ബാഗ് കൃഷിയാണ്. അത് ഗ്രോ ബാഗോ ചാക്കോ എന്താന്നുള്ളത്, നിലത്താണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു ഗ്രോ ബാഗ് എടുത്ത് അതിൽ അത്യാവശ്യം കരിയില നിറയ്ക്കണം. കരിയില നിർബന്ധമാണ് കേട്ടോ. കരിയിലയാണ് ഇഞ്ചി കൃഷിയുടെ മെയിൻ സംഭവം. നമ്മൾ ആ ഗ്രോ ബാഗിൽ ഒരു പകുതിയോളം നമ്മൾ കരിയില നിറയ്ക്കുക. ഇനിയിപ്പോൾ ചാക്കിലാണെങ്കിൽ അതിലിപ്പോൾ നിലത്താണെന്ന് വയ്ക്കും. ഇപ്പം ഞങ്ങൾ നിലത്താണ് ചെയ്യണമെങ്കിൽ നിലത്ത് ഇങ്ങനെ വാരം കോരിയല്ലേ നമ്മൾ ചെയ്യുക. അപ്പം നമ്മൾ ഒരു കുഴി പോലെ എടുത്ത് അതിലാദ്യം കരിയില ഇടാം. കരിയില ഇട്ടതിന് ശേഷം നമ്മൾ വളങ്ങൾ മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ PRSന്റെ വളമാണ് പറയുക. PRSന്റെ വളം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ PRSന്റെ വളത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് അത് വീട്ടിൽ തയ്യാറാക്കാം. നമുക്ക് വളം എന്ന് പറയുന്നത് ചാണകപ്പൊടി, അതായത് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചാണകപ്പൊടിയാണ് നമ്മൾ എടുക്കുക. അപ്പം നിങ്ങളുടെ അടുത്ത് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാ ചാണകപ്പൊടി എടുക്കുക, അത് കുഴപ്പമില്ല. ട്രൈക്കോഡർമ ചേർക്കുന്നത് മൂലം നമുക്ക് നിമവിരബാധ പോലെ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ തടയാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചുള്ള ചാണകപ്പൊടി എടുക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി, ആട്ടുംകാഷ്ടം, പിന്നെ മണ്ണിര കമ്പോസ്റ്റ്, ചകിരി കമ്പോസ്റ്റ്, റോക്ക് ഫോസ്ഫേറ്റ്, വേപ്പിൻ പിണ്ണാക്ക്, മൈക്രോ ന്യൂട്രിയൻറ്റ്, എപ്സം സോൾട്ട്, ബോറോൺ, ഇതെല്ലാം കൂടെ തുല്യ അളവെടുത്ത് മിക്സ് ചെയ്തിട്ട് തയ്യാറാക്കിയതാണ് PRS സ്പെഷ്യൽ വളം എന്ന് പറയുന്നത്. നിങ്ങൾക്കും അതുപോലെ തന്നെ ഇതെല്ലാം എടുത്ത് തുല്യ അളവിൽ വീട്ടിൽ തയ്യാറാക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്ത മണ്ണ് 5 ഇരട്ടി മണ്ണ് ഇതും കൂടെ മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ കരിയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, ആ റെഡിയാക്കി വെച്ചിട്ടുള്ള കരിയിലോട്ട് നമ്മൾ ഈ മണ്ണും വളങ്ങളും കൂടെ മിക്സ് ചെയ്ത് ഇടുക. ചില സമയത്ത് നമ്മുടെ ഇഞ്ചിക്ക് മുള വന്നിട്ടുണ്ടാവുമല്ലോ അല്ലെ. അപ്പം മുള വന്നിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മുള വന്നിട്ടില്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ മുള വരാൻ സാധ്യതയുള്ള ഭാഗം നമുക്ക് ഇങ്ങനെ നോക്കിയാൽ അറിയാം. ആ ഭാഗം മേലോട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ നടാനായിട്ട്. ഇപ്പം നമ്മൾ കരിയിലൊക്കെ നിറച്ചിട്ടുള്ളതിലേക്ക് നമ്മുടെ എല്ലാ വളങ്ങളും മിക്സ് ചെയ്തു. ആ മിക്സ് ചെയ്തതിൻ്റെ മേലെ നമ്മൾ ഇങ്ങനെ വെക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചാണകമിട്ട് മൂടണം. അത് നിർബന്ധമാണ് കേട്ടോ. ആ ചാണകം ഇട്ട് മൂടുന്നത് മൂലം അതിന് വരുന്ന ആ മുള പൊട്ടി വരുന്ന കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വളർച്ച നല്ലൊരു ഗ്രോത്ത് തന്നെയാവും. അപ്പം ആ അടിവളത്തിൻ്റെ ആ ഗ്രോത്ത് അത് പ്രത്യേകത തന്നെയാണ്. അപ്പം നമ്മൾ ചാണകം ഇട്ട് മൂടുക. അതിനുശേഷം അതിൻ്റെ മേലെ നമ്മുടെ വീണ്ടും വളങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടുക. അത് PRS വളമാണെങ്കിൽ അങ്ങനെ, അതെല്ലാം നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ അങ്ങനെ അതിടുക. പിന്നെ പൊതയിടുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ എരിക്കിൻ്റെ ഇല നമ്മൾ ഇഞ്ചി കൃഷിയിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ എരിക്കിൻ്റെ ഇലയുടെ ഗുണങ്ങളൊക്കെ പറഞ്ഞു. അതായത് നമുക്ക് മണ്ണിലൂടെയുള്ള നിമവിരബാധ വരാതിരിക്കാനായിട്ട് എരിക്കിൻ്റെ ഇല വളരെ നല്ലതാണ്. അപ്പം നമ്മൾ ആ എരിക്കിൻ്റെ ഇലയും കൂടെ അതിൽ ചേർക്കുക. അല്ലെങ്കിൽ പൊതയായിട്ട് നമ്മൾ എരിക്കിൻ്റെ ഇല ഇടുക. ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. ഗ്രോ ബാഗൊക്കെ ആണെങ്കിൽ തണലത്തോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമ്മളിപ്പോൾ എന്നും നനച്ചു കൊടുക്കണമെന്നില്ല. 3 ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ അതിന് മുളയൊക്കെ വരും. പിന്നീട് നമ്മൾ 3 ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ചാണക സ്ലറി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മുടെ അടുത്ത് ചാണക സ്ലറി ഇല്ല എന്ന് വെക്കുക, വേറെ എന്താണ് സ്ലറികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക കേട്ടോ.
അപ്പൊ നമ്മള് നല്ല കരുത്തായിട്ടാണ് വളരുന്നതെങ്കിൽ രണ്ടാഴ്ച കൂടുന്ന സമയത്ത് സ്ലറികൾ കൊടുത്താൽ മതി. കരുത്ത് കുറവാണെങ്കിൽ എല്ലാ ആഴ്ചയും നമുക്ക് സ്ലറി കൊടുക്കാം. അപ്പോൾ പിന്നീട് നമുക്ക് ഒരു 2-3 മാസം കഴിയുമ്പോൾ മണ്ണൊക്കെ ഒന്നും കൂടെ കൂട്ടി കൊടുക്കുക. നിലത്താണെന്നുണ്ടെങ്കിലും അങ്ങനെ ഏരി കൂട്ടി കൊടുക്കാം, ഗ്രോ ബാഗിലാണെങ്കിലും അങ്ങനെ ചെയ്യാം. പിന്നെ 5-6 മാസം കഴിഞ്ഞ് നമുക്ക് ഒരുപാട് ഇഞ്ചി വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും. ഇനി ഇതിന് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇലച്ചുരുട്ടി പുഴുവിന്റെ പ്രശ്നം വരും. ഇപ്പൊ നിമവിരബാധ നമുക്ക് ഉണ്ടാവില്ല, വാട്ടരോഗം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഓൾറെഡി ഇതിന് ട്രൈക്കോഡർമ കൊടുത്തിട്ടുണ്ട്, പിന്നെ എരിക്കിന്റെ ഇല കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വരില്ല. പിന്നെ വരുന്നത് എന്താണ്, പുഴുവിന്റെ ഉപദ്രവമാണ്. തണ്ടുതുരപ്പം പുഴു ഉണ്ടാവും, ഇലച്ചുരുട്ടി പുഴു ഉണ്ടാവും. അത് വരാതിരിക്കാനായിട്ട് നമുക്ക് ബയോ കൺട്രോൾ മിക്സ് ആണ് കൊടുക്കേണ്ടത്. അതായത് സ്യൂഡോമോണസും വെർട്ടിസീലയും വിവേറിയും കൂടെ തുല്യ അളവിലായിട്ടുള്ള ബയോ കൺട്രോൾ മിക്സ് നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തണ്ടുതുരപ്പം പുഴുവിൻ്റെയും അതുപോലെ തന്നെ എന്താ പറയുക ഇലച്ചുരുട്ടി പുഴുവിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ല. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും ഇഞ്ചി കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇഞ്ചി നമ്മൾ വാങ്ങുന്ന സമയത്ത് ഒത്തിരി അധികം എന്താ പറയുക വളങ്ങളൊക്കെ ചേർത്ത് കെമിക്കലൊക്കെ അടിച്ചിട്ടാണ് കിട്ടുക. അപ്പോൾ ഇനി അത് വേണ്ട, നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഇഞ്ചി കൃഷി ചെയ്യണം. അപ്പം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു തന്നു കഴിഞ്ഞു. എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.